ഹായ്, ഞാൻ ഷരീഫ് പാലക്കാട്. സിറ്റി പ്രോപ്പർട്ടീസ് പാലക്കാട് എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്നും 2 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള മലമ്പുഴയിലേക്ക് പോകുന്ന മാട്ടുമന്ത എന്ന ജംഗ്ഷനിലാണ് ഉള്ളത്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് 3.25 സെന്റ് സ്ഥലവും 1650 സ്ക്വയർ ഫീറ്റുമുള്ള 3 ബെഡ്റൂമുള്ള പുതിയ വീടിനെ കുറിച്ചാണ്. ആ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളുമായി നമ്മൾ അങ്ങോട്ട് പോവാം. ആ വീട്ടിലേക്ക് പോകുന്ന റോഡാണ് കാണുന്നത്. മാട്ടുമന്ത ജംഗ്ഷനിൽ നിന്നും 800 മീറ്റർ മാത്രം ദൂരെയുള്ള ചോളോട് ബസ് സ്റ്റോപ്പിലാണ് ഉള്ളത്. ഇവിടെ നിന്നും വളരെ അടുത്താണ് ഈ വീടുള്ളത്. ആ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളുമായി അങ്ങോട്ട് പോകാം. ഗ്രീൻ ഗാർഡൻ എന്ന റെസിഡൻഷ്യൽ കോളനിയിലാണ് ഈ വീടുള്ളത്. ആ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കാണുന്നത്. ഈ വീട്ടിലേക്ക് വരുന്ന വഴിയാണ് ഗ്രീൻ ഗാർഡൻ റെസിഡൻഷ്യൽ കോളനിയിലാണ് ഈ വീടുള്ളത്. 3.25 സെന്റ് സ്ഥലവും 1650 സ്ക്വയർ ഫീറ്റുമുള്ള 3 ബെഡ്റൂമുള്ള വീടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ആ വീട് ഇതാണ്. ഈ വീടിന്റെ റോഡ് ഫ്രണ്ടേജ് എന്ന് പറയുന്നത് ഈ മതിൽ മുതൽ ഈ ഗേറ്റ് വരെയുമാണ് ഇതിന്റെ ഫ്രണ്ടേജ്. തരക്കേടില്ലാത്ത നല്ലൊരു റോഡ് ഫ്രണ്ടേജ് ആണ് ഈ വീടിലേക്കുള്ളത്. ഈ വീടിന് 2 ഗേറ്റാണ് ഉള്ളത്. ഒന്ന് ചെറിയ ഗേറ്റും ഒന്ന് കാറ് കയറാൻ പാകത്തിനുള്ള ഒരു ഗേറ്റുമാണ് ഉള്ളത്. കയറിയതും ഒരു വിശാലമായ ഒരു പാർക്കിംഗ് ഏരിയയാണ്. ഒരു കാറ് നിർത്താൻ പാകത്തിനുള്ള പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഈ വീടിന്റെ പുറം കാഴ്ചകൾ കാണാം. ഈ വീടിന്റെ വെള്ളത്തിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ബോർവെല്ലുമുണ്ട്, മലമ്പുഴ കണക്ഷനുമുണ്ട്. വീടിനകത്ത് കയറിയതും ഒരു സിറ്റ് ഔട്ടാണ് വരുന്നത്. ഇനി നമ്മൾ വീടിന്റെ അകത്തുള്ള കാഴ്ചകൾ കാണാം. മെയിൻ ഡോറെല്ലാം ടീക്കൂട്ടിലാണ് ചെയ്തിരിക്കുന്നത്. കയറിയതും ഒരു വിശാലമായ ഒരു ഡ്രോയിങ് റൂമാണ്. ഡ്രോയിങ് റൂമിൽ നിന്ന് തന്നെ ഒരു ഡൈനിങ് ഏരിയയിലേക്കാണ് വരുന്നത്. ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെ ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. വലുപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെ കിച്ചണിലേക്കാണ് പോകുന്നത്. കിച്ചൺ കബോർഡ് വർക്കുകളെല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ നിന്നും വർക്ക് ഏരിയയിലേക്കാണ് പോകുന്നത്. വാഷിംഗ് മെഷീൻ ഒക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. ഒരു സ്റ്റോർ റൂമാണ് അടുത്തത് വരുന്നത്. ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെ മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് ആണ്. ഹോളിൽ കയറിയതും ഒരു ഹാളാണ് വരുന്നത്. ഹാളിനോട് ചേർന്ന് തന്നെ ധാരാളം കാറ്റും വെളിച്ചവും വരാൻ പാകത്തിനുള്ള ക്രോസ് വെന്റിലേഷൻ ഉണ്ട്. മുകളിലുള്ള ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്.
വലിയ ബെഡ്റൂം തന്നെയാണ്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. മുകളിലുള്ള രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ഈ ബെഡ്റൂമിൽ നിന്ന് തന്നെ ഒരു ബാൽക്കണിക്കാണ് പോകുന്നത്. ചുറ്റുപാടും ധാരാളം വീടുകളുള്ള സ്ഥലം തന്നെയാണ്. ഗ്രീൻ ഗാർഡൻ എന്ന ഒരു റെസിഡൻഷ്യൽ കോളനിയാണ്. ഹാളിൽ നിന്ന് തന്നെ ഒരു ലിവിങ് ഏരിയ ആണ് വരുന്നത്. ഇവിടെയും വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രൊവിഷനുകളുണ്ട്. വസ്ത്രങ്ങൾ ഉണക്കാനും മറ്റും സ്ഥല സൗകര്യങ്ങളുണ്ട്. ഇവിടെ തന്നെ ഒരു കോമൺ ബാത്റൂം ഉണ്ട്. ഓപ്പൺ ടെറസിലേക്ക് ആണ് പോകുന്നത്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട സ്ഥലമാണ്. പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്നും 3 കിലോമീറ്റർ മാത്രമേ ഈ വീടിലേക്ക് ദൂരമുള്ളൂ. അതുപോലെ തന്നെ മാട്ടുമന്ത ജംഗ്ഷനിൽ നിന്നും ഏകദേശം 800 മീറ്റർ മാത്രമേ ഈ വീടിലേക്ക് ദൂരമുള്ളൂ. സൂപ്പർ മാർക്കറ്റുകൾ, കോളേജുകൾ, സ്കൂളുകൾ എല്ലാം ഈ വീടിൻ്റെ ചുറ്റുവട്ടം തന്നെ ഉണ്ട്. ഗ്രീൻഫീൽഡ് ഹൈവേ ഈ മെയിൻ റോഡിൻ്റെ പാരൽ റോഡായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് വികസനം എല്ലാം ഈ പരിസരത്ത് തന്നെ വരുന്നുണ്ട്. ഇവിടെ നിന്നും മലമ്പുഴയ്ക്ക് 4 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ടൗണിൻ്റെ വളരെ അടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട സ്ഥലമാണ്. 3.25 സെന്റ് സ്ഥലവും 1650 സ്ക്വയർ ഫീറ്റുമുള്ള 3 ബെഡ്റൂമുള്ള ഈ വീടും സ്ഥലവും ഇതിൻ്റെ ഉടമസ്ഥൻ വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറയുന്ന വില 49 ലക്ഷം രൂപയാണ് അദ്ദേഹം പറയുന്നത്. ചെറിയ തോതിലുള്ള നെഗോഷിയേഷൻ എന്തായാലും ഉണ്ടാവും. നിങ്ങൾക്ക് ഈ വീടും സ്ഥലവും ഇഷ്ടപ്പെട്ടുവെങ്കിൽ താഴെ കാണുന്ന എൻ്റെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഞാൻ കൂടുതൽ വിവരം നിങ്ങൾക്ക് നൽകുന്നതാണ്. ഇതുപോലെയുള്ള വീടോ സ്ഥലമോ നിങ്ങൾക്കും വിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഞാൻ അടുത്തൊരു പുതിയ വീഡിയോയിലേക്ക് വരുന്നവരെ നിങ്ങൾക്ക് ഏവർക്കും ഹായ്.